ഓക്കെ നോക്കണം. അപ്പോൾ നമ്മളെന്ന് വന്നിരിക്കുന്നത് ട്രെയിൻ 3D ആയിട്ടാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ എന്തൊക്കെയോ പ്രശ്നമായിട്ട് പോലീസുകാർ പൊക്കി ചെല്ലാനാണ് നമ്മളോട് പറഞ്ഞേക്കണം. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഫ്രണ്ട് കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ട്. എൻ്റെ പേര് സോഹിത്തെന്നാണ്. റിലീസ് ചെയ്യണം. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകാൻ ഇവിടെ ഊട്ടിയിൽ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങോട്ട് പോവാം. പോടാ. ഫസ്റ്റ് എന്നെ ചേട്ടൻ എൻ്റെ കൂട്ടുകാരനെ റിലീസ് ചെയ്യാമെന്നുള്ള കൂട്ടുകാരനെ റിലീസ് ചെയ്യാനോ? നീ ഏതാളാ? ഞാൻ ഫ്രാങ്ക്ലിൻ രമേശൻ സാറേ. ഫ്രാങ്ക്ലിൻ രമേശനാ? ഓ, മറ്റവൻ്റെ കൂട്ടുകാരനല്ലേ നീ. നിന്നെ വെച്ചൊരു കളിയുണ്ട്. നമ്മളെ ഇവൻ പിടിച്ചിട്ടേക്കാണ് സുഹൃത്തുക്കളെ. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ കൂട്ടുകാരനെ റിലീസ് ചെയ്യാൻ വന്നതാണ്. പക്ഷെ അവൻ നമ്മളെ പിടിച്ചിട്ട് ഇതിൻ്റെ റിവെഞ്ച് അവനോട് എന്തെങ്കിലും എടുത്തില്ല. സോ താഴെ നമ്മുടെ ഫോൺ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ എൻ്റെ ഒരു ഫ്രണ്ടിനോട് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇത് ട്രാക്ക് ചെയ്യുമായിരിക്കാം. സോ നമുക്ക് അതൊന്ന് നോക്കാം, ട്രാക്ക് ചെയ്യുമെന്ന് നോക്കാം. സോ തൽക്കാലം നമുക്കിപ്പോൾ അവനെ ഒന്ന് വിളിച്ച് നോക്കാം. അവൻ എന്തായെന്ന് നോക്കാം നമുക്ക്. ആടാടാടാടാ ഓക്കെ സുഹൃത്തുക്കൾ, അവൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കൂട്ടുകാരനില്ലേ, റിലീസ് ചെയ്യാൻ വന്ന കൂട്ടുകാരനില്ലേ, സോഹിത്തിൻ്റെ ഒരു എന്തോ മാഫിയയുമായിട്ട് അവൻ മറ്റേതായി ഫ്രണ്ട്ഷിപ്പായിട്ട് മാഫിയൻ്റെ കൂടെ ഡ്രഗിന് വേണ്ടി വാക്ക് ചെയ്തപ്പോൾ ഇവനെ പിടിച്ചിട്ട് കൈക്കൂലി കൊടുത്ത് ഇവര് എന്നിട്ട് ഓക്കെ, അപ്പോൾ കൈക്കൂലി കൊടുത്തിട്ട് ഇവൻ ഫ്രണ്ട്ഷിപ്പ് ആക്കിയേക്കാണ്. സോ നമുക്ക് അവനെ തീർക്കണം. അതാണ് സംഭവം. സോ അവനെ തീർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. കാരണം മാഫിയും കാര്യങ്ങളൊക്കെ അവൻ്റെ പിന്നിലാണ് സുഹൃത്തുക്കൾ. അപ്പം ഇവർക്ക് കൈക്കൂലി കൊടുത്ത് ഇവൻ്റെ ആൾക്കാരാക്കിയിരിക്കുകയാണ് ഇവിടെ. സോ റിസ്ക്. ഓക്കെ സുഹൃത്തുക്കൾ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജയിലില്ല, അവിടെ നിന്ന് ജസ്റ്റിനൊന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അവനെ എടുത്ത് റിവെഞ്ച് എടുക്കണം. കാരണം അവൻ കൂട്ടിയിട്ട് നമ്മളെ കൊല്ലാനാണ്. സെക്കൻഡ് എൻ്റെ കൂട്ടുകാരൻ കോൾ ചെയ്തായിരുന്നു. അപ്പോഴാണ് എനിക്ക് കലി കൂടിയത്. എന്തായാലും അവനെ അടുത്ത് റിവെഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് റിവെഞ്ച്. അതിന് മുമ്പുണ്ടല്ലോ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ചേസിങ് സീനിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം വാണ്ടർ ലെവൽ വന്നിരിക്കുകയാണ്, 1 സ്റ്റാർ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. സോ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. സോ നമുക്ക് 1 സ്റ്റാറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ സുഹൃത്തുക്കളെ. നമുക്ക് നേരെ ജുറാസിക് പാർക്കിലേക്ക് വിടാം. അതാകുമ്പോൾ ഇവന്മാർ വരില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. ഇവന്മാർ വരാണ്ടിരുന്നാൽ മാത്രം നമുക്ക് എസ്കേപ്പ് കിട്ടുള്ളൂ. അല്ല നമ്മൾ തീർന്നത് വെച്ചിട്ടുണ്ടോ. ജസ്റ്റ് മിസ് സുഹൃത്തുക്കളെ, ജസ്റ്റ് മിസ്. എൻ്റെ പൊന്നോ, ജസ്റ്റ് മിസ്. അവന്മാർ നമ്മളെ കണ്ടുപിടിക്കില്ലാണ് എൻ്റെ ഒരു വിശ്വാസം. സോ 1 സ്റ്റാർ ഒന്ന് പോട്ടെ, എന്നിട്ട് വേണം നമുക്ക് അവനെ ഇറങ്ങി പണി. പോലീസുകാരുടെ അടുത്തും എന്തായാലും ഞാൻ പണി തിരിക്കും. അതൊക്കെ അത്രേ ഉള്ളു. ജുറാസിക് പാർക്കിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാൻ തുറക്കണേ. കഷ്ടപ്പെട്ടാണ് സുഹൃത്തുക്കളെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഡൈനോസർ വന്ന് കൊല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു.
എസ്കേപ്പ് ആയിട്ടുണ്ട്. സോ ഇനിയാണ് റിവെഞ്ച്. സോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിപ്പോൾ അവൻ്റെ എതിരാണ് അവൻ അറിഞ്ഞിട്ടുണ്ട്. സോ അവനിപ്പോൾ ട്രെയിനിൽ കയറി എസ്കേപ്പ് ആകാൻ പോകാമെന്നാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞത്. അവൻ ട്രാക്ക് ചെയ്ത് അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ്റെ സിസ്റ്റം ഹാക്കൊക്കെ ചെയ്തിട്ട് എല്ലാ തേങ്ങയും ചെയ്തിട്ട് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അവൻ്റെ ട്രെയിൻ ഏകദേശം വരാറാവും. അപ്പോൾ വേണം നമ്മൾ കൊല്ലാനായിട്ട്. ഓക്കെ, അവൻ ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ടാവും. കേറാ. സോ നമുക്ക് അവനെ എന്തായാലും പൊക്കണം. സോ പൊക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ അവൻ്റെ കൂടെ ആരും കാണില്ല, കാരണം അവന് ഒറ്റയ്ക്ക് നടക്കണതാണ് സുഹൃത്തുക്കളെ ഇഷ്ടം. ഗൈസ് അവന് കിട്ടി സുഹൃത്തുക്കൾ, അവനെ കിട്ടിയിട്ടുണ്ട്. സോ ഇവനാണ് ആള്. റിവെഞ്ച് എടുക്കണ്ടേടാ. ഓക്കെ, ഇവൻ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവനാളെ മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മൾ ഇവനിട്ട് അങ്ങ് റിവെഞ്ച് അങ്ങ് എടുക്കുകയാണ് സുഹൃത്തുക്കളെ. അത്രേ ഉള്ളൂ. എൻ്റെ ബൈക്ക് കൊണ്ട് ഇറങ്ങുവാണ്, ബൈക്ക് കൊണ്ട് നീ ഇറങ്ങുവാണാടാ. അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. നമ്മളങ്ങ് റിവെഞ്ച് അങ്ങ് എടുത്തു. നമ്മുടെ വണ്ടി പൊട്ടിത്തെറിച്ച കുഴപ്പമില്ല, നമുക്ക് വണ്ടി ചീറ്റ് കോഡ് അടിച്ച് വിളിക്കാം. അതൊന്നും ഒരു വിഷയമില്ലാത്ത വിഷയമാണ്. സോ നമുക്കിനി പോലീസുകാരൻ്റെ അടുത്ത് റിവെഞ്ച് സുഹൃത്തുക്കളെ. അപ്പം നമ്മളിപ്പോൾ പോലീസുകാരൻ്റെ അടുത്ത് റിവെഞ്ച് ചെയ്യാൻ പോകുന്നു സുഹൃത്തുക്കളെ. പോലീസുകാരനെ ഞാൻ കത്തും, അതൊക്കെ അത്ര ഉള്ളു. പോലീസുകാരനെ തട്ടിയ നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. എൻ്റെ പ്ലാൻ പ്രകാരം നമുക്ക് ട്രെയിനിൽ കയറി രക്ഷപ്പെടാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, സോ നമുക്ക് പോലീസുകാരനെ കൂടി തട്ടി ഇവിടെ നിൽക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. സോ അതുകൊണ്ട് തന്നെ പോലീസുകാരനെ തട്ടിയിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നതായിരിക്കും. ഓക്കെ, നമ്മളൊക്കെ സോൾവായിട്ട് മാത്രമായിരിക്കും നമ്മൾ വരുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ കാർ ഇവിടെ കിടക്കണുണ്ട്. നമുക്കൊന്ന് ഇറങ്ങാം. ഇവന്മാർക്ക് ഇപ്പോൾ നമ്മളെ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ വരും, കാരണം ഇവന്മാർക്ക് അറിയാം. എന്തായാലും അറിയാം ഇവന്മാരെ തീർത്തിട്ടേ മടങ്ങുക. ഇതൊക്കെ അത്ര ഉള്ളു. സുഹൃത്തുക്കളെ, അപ്പം എന്തായാലും നമുക്ക് ഈ നാട്ടിൽ നിന്ന് വിടാം.